Good morning. Ma'am. Good morning, ma'am. Good morning, ma'am. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിരുന്നു അല്ലേ? ഓഡിറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തില്ലായിരുന്നോ? ഓക്കെ, ജസ്റ്റ് രജിസ്റ്റർ ഡെഫിനിഷൻ മാത്രമല്ലേ പറഞ്ഞുള്ളൂ? ഓക്കെ ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഡെഫിനിഷൻ മാത്രമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. ഓഡിറ്റ് ചെറിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ. ഓഡിറ്റ് എന്ന് പറയുന്നത് ചെറിയൊരു ചാപ്റ്റർ ആണ്. അപ്പൊ ഓഡിറ്റിന്റെ ഡെഫിനിഷനിൽ എന്താ നമ്മൾ പറഞ്ഞത്? സിസ്റ്റമാറ്റിക് ആൻഡ് critical assessment of the planning, delivery and evaluation of services with regard to അല്ലെ അവര് കൊടുക്കുന്ന സ്ഥാപനം നൽകുന്ന സർവീസുകളുമായി ബന്ധപ്പെട്ട ആസൂത്രണം, വിതരണം ആൻഡ് ഇവാലുവേഷൻ വിലയിരുത്തലുകളാണ് അല്ലെ. അതൊരു ചിട്ടയായ രീതിയിൽ, അതുപോലെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള വിമർശനാത്മകമായ രീതിയിലുള്ള ഒരു വിലയിരുത്തലാണ് നമ്മളിവിടെ ഓഡിറ്റ് എന്ന രീതിയിൽ നടക്കുന്നത്. അപ്പൊ അവിടെ അതിനുമായി ബന്ധപ്പെട്ട അതിന്റെ കാര്യക്ഷമത എത്രത്തോളം ഉണ്ട്, അതിന്റെ ഫലപ്രാപ്തി എത്രത്തോളം ഉണ്ട്, അതിന്റെ ഗുണനിലവാരം എത്രത്തോളം ഉണ്ട് അല്ലെ, ആ നൽകിയിരിക്കുന്ന വിഭവങ്ങൾക്കനുസൃതമായി അത് എത്രത്തോളം ക്വാളിറ്റിയിലാണ് അവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്, എത്രത്തോളം കാര്യക്ഷമതയിലാണ് കൊടുക്കുന്നത് അല്ലെ, എത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഫലപ്രാപ്തിയോട് കൂടിയാണ് ഇവ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചിട്ടയായിട്ട് അല്ലെങ്കിൽ ഒരു വിമർശനാത്മകമായിട്ട് നമ്മൾ വിലയിരുത്തൽ നടത്തുന്നതിനെയാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്, ഡെഫിനേഷനിൽ പറയുന്നത്. ഇനി ഇറ്റ് ഈസ് ദ അസസ്മെന്റ് ഓഫ് ഡേറ്റ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഓഡിറ്റ് നടത്തുമ്പോൾ കൃത്യമായിട്ട് അവർക്ക് കൊടുത്തിരിക്കുന്ന സ്പെസിഫിക് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ അവർ പാലിക്കുന്ന ഒരു മാനദണ്ഡങ്ങൾ അവർ നിറവേറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ആ മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് അവിടെ നിറവേറ്റുന്നുണ്ടോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ അവരുടെ പെർഫോമൻസ് അല്ലെങ്കിൽ അവർ എത്രത്തോളം നല്ല രീതിയിലാണ് അവർ പെർഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ പ്രകടന നിലവാരം എന്ത് ചെയ്യണം? പരിശോധിക്കണം അല്ലെ. പ്രകടന നിലവാരം പരിശോധിക്കണമെങ്കിൽ അതിൽ നമ്മൾ വിലയിരുത്തൽ നടത്താൻ വേണ്ടി അവിടുത്തെ ഡേറ്റാസ്, ഡോക്യുമെന്റ്സ്, അവിടുത്തെ റിസോഴ്സ് അല്ലെങ്കിൽ വിഭവങ്ങളെല്ലാം നമ്മൾ അസസ് ചെയ്യുന്നു അല്ലെ. നമ്മൾ എന്ത് ചെയ്യുന്നു? വിലയിരുത്തൽ നടത്തിയതിനു ശേഷമാണ് അവരുടെ പെർഫോമൻസിനെ പരിശോധിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ അവരുടെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ട്, പ്രകടന നിലവാരം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും അവർ ആ സ്റ്റാൻഡേർഡ് പാലിക്കുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ഓഡിറ്റിങ്ങിലൂടെ അല്ലെങ്കിൽ വിലയിരുത്തൽ നടത്തുകയും ചെയ്യുന്നത്. ഇത്രയും ആ ഡെഫിനിഷൻസ് ക്ലിയർ അല്ലേ? ആ ഡെഫിനിഷൻ ക്ലിയർ ആണോ? ഓ, അപ്പൊ നമ്മൾ അടുത്തതായിട്ട് എന്താണ് ഒരു ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട് ഓഡിറ്റ് എന്നാണ് നോക്കാറുള്ളത്. അപ്പൊ ആദ്യം ജസ്റ്റ് ഡെഫിനേഷൻ പറഞ്ഞോളൂ. അടുത്തത് ഇനി ഓഡിറ്റ്. എന്താണ് ഒരു ഓഡിറ്റ്? ഒരു ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട് ഇറ്റ്സ് എ പ്രോസസ്. ഓഡിറ്റ് എന്ന് പറയുന്നത് ഒരു പ്രക്രിയയാണ്. യൂസ്ഡ് ബൈ ഹെൽത്ത് പ്രൊഫഷണൽസ് to estimate, evaluate and refine care of patients in a systematic way. ഒരു ചിട്ടയായ രീതിയിൽ അല്ലെ, സിസ്റ്റമാറ്റിക് വേയിൽ അല്ലെങ്കിൽ ഒരു ചിട്ടയായ രീതിയിൽ റിഫൈൻ കെയർ ഓഫ് പേഷ്യൻസ്, പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണങ്ങളിൽ പരിഷ്കരണങ്ങൾ നടത്തുക, എസ്റ്റിമേറ്റ് ചെയ്യുക, അത് കണക്കാക്കുക. പേഷ്യൻസിന് കൊടുക്കുന്ന കെയർ അല്ലെങ്കിൽ പരിചരണം എത്രത്തോളം ഉണ്ടെന്ന് കണക്കാക്കുക. അതാണ് എസ്റ്റിമേറ്റ് ചെയ്യുക, കണക്കാക്കുക. ഇവാലുവേറ്റ് ചെയ്യുക, എന്താണ്? വിലയിരുത്തൽ നടത്തുക. അതുപോലെ തന്നെ റിഫൈൻ, എന്താ? പരിഷ്കരിക്കാനും വേണ്ടി ഹെൽത്ത് പ്രൊഫഷണൽസ് ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻ ഹെൽത്ത് കെയർ ഈസ് എ പ്രോസസ് യൂസ്ഡ് ബൈ, ആര് ഉപയോഗിക്കുന്ന പ്രക്രിയയാണ്? ഒരു ഹെൽത്ത് പ്രൊഫഷണൽസ് ഉപയോഗിക്കുന്ന പ്രക്രിയയാണ്. എന്തിനു വേണ്ടി? ടു എസ്റ്റിമേറ്റ്, ഇവാലുവേറ്റ് ആൻഡ് റിഫൈൻ കെയർ ഓഫ് പേഷ്യൻസ് ഇൻ എ സിസ്റ്റമാറ്റിക് വേ. ഒരു ചിട്ടയായ രീതിയിൽ കെയർ ഓഫ് പേഷ്യൻസ്, പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണത്തെ കണക്കാക്കാനും അത് വിലയിരുത്താനും അത് പരിഷ്കരിക്കാനും വേണ്ടി ഹെൽത്ത് പ്രൊഫഷണൽസ് ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? മനസ്സിലായോ? ആ ഒരു പോയിന്റ് എന്താണുള്ളത്? ക്ലിയർ ആയോ? എന്താണ് അത്? മനസ്സിലായാൽ മാത്രമേ മിസ് അടുത്തത് പറയുമ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് മിസ് ചോദിക്കുന്നത്. ക്ലിയർ ആണോ? എന്താണെന്നും കൂടി പറയണം. ഓക്കെ, ഇപ്പൊ നോക്കിയേ, ഒരു ഹെൽത്ത് കെയർ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു ഓഡിറ്റ് എന്താണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക് വേയിൽ അല്ലെങ്കിൽ ഒരു ചിട്ടയായ രീതിയിൽ പേഷ്യൻസിന് കൊടുക്കുന്ന കെയർ അല്ലെങ്കിൽ പരിചരണം
അത് എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ കണക്കാക്കുന്നു. അതുപോലെ തന്നെ അത് വിലയിരുത്തൽ നടത്തുന്നു. അതിനുശേഷം ആവശ്യമായ പരിഷ്കരണങ്ങളും നടത്തണം. അതിനുവേണ്ടി ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി ഇവിടെ അടുത്തതായിട്ട് നോക്കിയേ, ഓഡിറ്റ് കാൽക്കുലേറ്റ്സ് current practice against a defined desired standard. അതായത് ഇപ്പൊ ഇവിടെ ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള ഒരു മാനദണ്ഡങ്ങൾക്കനുസരിച്ച് അവിടെ എല്ലാ നിലവിലുള്ള പ്രവർത്തികൾ ഈ നിലവിലുള്ള രീതികളെല്ലാം ആ ഒരു സ്റ്റാൻഡേർഡിനനുസരിച്ച് അല്ലെങ്കിൽ ആ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണോ നിലവിലെ രീതികൾ അവിടെ നടക്കുന്നത് എന്ന് ഈ ഓഡിറ്റിലൂടെ നമ്മൾ കണക്കാക്കുന്നുണ്ട്. മനസ്സിലായോ? ഏതൊരു സ്ഥാപനവും ഒരു സ്റ്റാൻഡേർഡിനനുസരിച്ചായിരിക്കണം പ്രവർത്തിക്കേണ്ടത്, അല്ലെ? ഒരു നിശ്ചിത മാനദണ്ഡങ്ങൾക്കനുസരിച്ചായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. അപ്പൊ ആ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ ആ നിശ്ചയിച്ചിട്ടുള്ള ആ ഡിസൈഡ് ആയിട്ടുള്ള ഡിഫൈൻഡ് ആയിട്ടുള്ള ആ ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ആ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി അല്ലെങ്കിൽ അതിനോടനുസരിച്ചുള്ള രീതികളാണോ നിലവിൽ അവിടെ നടക്കുന്നത് എന്ന് നമുക്ക് ഓഡിറ്റിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? കണക്കാക്കാൻ പറ്റും. Clear ആണെന്നുണ്ടോ? It belongs to clinical governance, which aims at safeguarding a high quality of clinical care for patients. അതായത് it belongs to a clinical governance. അതായത് ഇവിടെ ക്ലിനിക്കൽ ഗവേണൻസ് ഇതൊരു അപ്രോച്ച് ആണ്. എങ്ങനെയുള്ള ഒരു സമീപനമാണ്? അവിടെ വരുന്ന ഓരോ പേഷ്യൻസിനും നല്ല ഉയർന്ന ഗുണനിലവാരത്തിലുള്ള ക്ലിനിക്കൽ കെയർ അല്ലെങ്കിൽ പരിചരണങ്ങൾ ലഭ്യമാക്കുക, സേഫ് ഗാർഡും അത് സംരക്ഷിക്കാൻ അത് സുരക്ഷിതമാക്കാനായിട്ടാണ് ഇവിടെ ഈ ഒരു ഓഡിറ്റ് വഴി ലക്ഷ്യമിടുന്നത്. ഒരു ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഹെൽത്ത് പ്രൊഫഷണൽസ് ആണ് ഇത് ഉപയോഗിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ഒരു ചിട്ടയായ രീതിയിൽ പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണം എങ്ങനെയാണ് അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ കണക്കാക്കുന്നുണ്ട്. അതുപോലെ അത് വിലയിരുത്തൽ നടത്തി എന്തെങ്കിലുമൊക്കെ പരിഷ്കരണങ്ങൾ നടത്തണമെങ്കിൽ അതും ചെയ്യാനായിട്ട് ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയാണ് ഓഡിറ്റ്. ഈ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ആ സ്ഥാപനം അവിടെ നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള കൃത്യമായ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ടാണോ അവിടുത്തെ ഓരോ പ്രവർത്തനങ്ങളും നടത്തുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ പ്രാക്ടീസ് അല്ലെങ്കിൽ രീതികൾ അതിനനുസരിച്ചുള്ള നിലവിൽ അവർ ചെയ്യുന്ന രീതികൾ അതിനനുസരിച്ചുള്ളതാണോ എന്ന് നമുക്ക് ഈ ഓഡിറ്റ് ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ കണക്ക് കൂട്ടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇത് ഒരു ക്ലിനിക്കൽ ഗവേണൻസ് ഉൾപ്പെടുന്നു. അതായത് ക്ലിനിക്കൽ ഗവേണൻസ് എന്ന് പറഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ എന്തിനാണ് അവിടെ ലക്ഷ്യം വെക്കുന്നത്? ഈ ഓഡിറ്റ് വഴി എന്തിനാണ് ലക്ഷ്യം വെക്കുന്നത്? അവിടെ വരുന്ന ഓരോ പേഷ്യൻസിനും ഉയർന്ന ക്വാളിറ്റിയിലുള്ള ഗുണനിലവാരത്തിലുള്ള ക്ലിനിക്കൽ പരിചരണങ്ങൾ ലഭ്യമാക്കുക. അതെങ്ങനെയാണ്? വളരെ സുരക്ഷിതമായിട്ട് അവർക്ക് ലഭ്യമാക്കുക എന്നതാണ് ഇവിടെ ഓഡിറ്റിംഗ് വഴി ലക്ഷ്യമിടുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കി എന്താണ് ഓഡിറ്റ് എന്നുള്ളത്. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? മനസ്സിലായോ എന്താന്നുള്ളത്? മിസ് അടുത്ത ഭാഗത്തേക്ക് പോവാണേ. നെക്സ്റ്റ് വൈ ഓഡിറ്റ്. ഈ ഓഡിറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്താണ് അതിന്റെ ഒരു ഗുണം, അല്ലെ? എന്തിനു വേണ്ടിയാണ് ഒരു ഓഡിറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് പോയിന്റ് ആണ് സസ്റ്റെയിൻ ഡേറ്റ ക്വാളിറ്റി. അവിടെയുള്ള ഡേറ്റാസിലേക്ക് ഗുണനിലവാരം നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും. അപ്പൊ നല്ല ഡേറ്റാസ് ഒക്കെ നല്ല ക്വാളിറ്റിയിൽ നമുക്ക് നിലനിർത്താം. കാരണം ഓഡിറ്റിംഗ് ചെയ്യുന്നത് വർഷാവർഷം അല്ലെങ്കിൽ ആനുകാലികമായിട്ട് നമ്മൾ ഓഡിറ്റിംഗ് നടത്തുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ ഡേറ്റാസിന്റെ ആ ക്വാളിറ്റി നമുക്ക് നിലനിർത്താൻ പറ്റും. രണ്ടാമത്തത് ഡിഫറെന്റ് റെപ്യൂട്ടേഷൻ ഓഫ് സ്റ്റാഫ്, ഓർഗനൈസർ ആൻഡ് ഹോസ്പിറ്റൽ. അവിടുത്തെ സ്റ്റാഫുകളുടെ, ഓർഗനൈസേഴ്സ് അല്ലെങ്കിൽ സംഘാടകരുടെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഒക്കെ റെപ്യൂട്ടേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെപ്യൂട്ടേഷനെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും. ഡിഫറെന്റ് റെപ്യൂട്ടേഷൻ ഓഫ് സ്റ്റാഫ്, ഓർഗനൈസർ ആൻഡ് ഹോസ്പിറ്റൽ. സ്റ്റാഫ്
സ്റ്റാഫുകളുടെ ഓർഗനൈസേഴ്സ് അല്ലെങ്കിൽ അതിന്റെ സംഘാടകരുടെ ഹോസ്പിറ്റലിന്റെ ഒക്കെ റെപ്യൂട്ടേഷനെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും. ആൻഡ് ഡിഫറെന്റ് കറന്റ് ആൻഡ് ഫ്യൂച്ചർ ഫണ്ടിങ്സ്, നിലവിലുള്ളതും അതുപോലെ ഭാവിയിലേക്കുമുള്ള ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സുരക്ഷിതമാക്കി നിർത്താൻ സാധിക്കും. റിഫൈൻ ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണനിലവാരത്തില് ശുദ്ധീകരിക്കാൻ അല്ലെങ്കിൽ റിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ആ ഒരു ഗുണനിലവാരം മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ അവിടെ മെച്ചപ്പെടുത്തലുകൾ നടത്തി അത് ശുദ്ധീകരിച്ച് മുന്നോട്ട് ഓരോ പ്രാവശ്യവും അത് നല്ല രീതിയിൽ റിഫൈൻ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ശുദ്ധീകരിച്ചെടുക്കാൻ സാധിക്കും. യൂസ്ഫുൾ ഫോർ ക്ലിനിക്കൽ ഇംപ്രൂവ്മെന്റ്, ക്ലിനിക്കൽ പരമായിട്ടുള്ള മെച്ചപ്പെടുത്തലിന് ഇത് ഉപയോഗപ്രദമാണ്. ഇത് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ അപാകതകളോ ന്യൂനതകളോ കണ്ടാൽ ഓഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് മനസ്സിലാക്കിയാൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, മെച്ചപ്പെടുത്തലുകൾ നടത്താനായിട്ട് ഇത് ഉപയോഗപ്രദമായിട്ട് മാറുന്നുണ്ട്. ഇൻസ്പയർ ടീം വർക്ക്, ആ ടീം വർക്കിനെ വളരെയധികം പ്രചോദനം നൽകുകയും ചെയ്യുന്നുണ്ട്. ഒരു ഓഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ ആ ഒരു ടീം വർക്ക് നമുക്ക് ഓഡിറ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള സ്കോർ കിട്ടണം, എല്ലാം ഓക്കെ ആയിരിക്കണം എന്നൊരു ചിന്താഗതി വരുന്നത് കൊണ്ട് തന്നെ ഒരു നല്ല ടീം വർക്കിന് അതൊരു പ്രചോദനം കൂടിയാണ് നൽകുന്നത്. ആ ഇംപ്രൂവ് പേഷ്യന്റ് കെയർ, നമ്മുടെ പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണത്തെയും വിലയിരുത്തുന്നത് കൊണ്ട് തന്നെ ആ പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണത്തിൽ മെച്ചപ്പെടുത്തലുകൾ നടത്താൻ സഹായിക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ്, സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളും നമുക്ക് ഇതിലൂടെ ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ബിക്കം നെസസറി ഫോർ മീറ്റിംഗ് ലിറ്റിഗേഷൻസ് അണ്ടർ CPA. എന്താണ് CPA? CPA എന്ന് പറയുന്നത് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ്. സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ്. നമ്മുടെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പബ്ലിക് അക്കൗണ്ടന്റിന് കീഴിൽ ഇപ്പൊ നമുക്ക് ലിറ്റിഗേഷൻസ് എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ടുള്ള നടപടികളാണ്. അങ്ങനെ എന്തെങ്കിലും നിയമപരമായിട്ടുള്ള നടപടികളോ കാര്യങ്ങളോ വന്നാൽ നമുക്ക് ഓഡിറ്റ് ചെയ്യുന്നത് കൊണ്ട് ബിക്കം നെസസറി ഫോർ മീറ്റിംഗ് ലിറ്റിഗേഷൻ. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും നിയമ നടപടികൾ വന്നാൽ നമുക്ക് കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്ത കണക്കുകളോ കാര്യങ്ങളോ കാണിച്ചാൽ നമുക്ക് അതിൽ നിന്ന് ഈസി ആയിട്ട് പുറത്തു വരാൻ പറ്റില്ലേ? പറ്റുമോ? ഇല്ലേ? പറ്റും അല്ലെ? ഏതൊരു സ്ഥാപനത്തിനും കൃത്യമായ ഓഡിറ്റിംഗ് നടത്തി അവരുടെ കണക്കും കാര്യങ്ങളും ഒക്കെ നല്ല കൃത്യമായിട്ടാണ് അവർ സൂക്ഷിക്കുന്നതെങ്കിൽ അങ്ങനെ എന്തൊരു നിയമ നടപടി വന്നാലും അതിൽ നിന്നും അവർക്ക് ഈസി ആയിട്ട് പുറത്തു പോകാനായിട്ട് സാധിക്കും അല്ലെ? അപ്പൊ ഇതൊക്കെ ഓഡിറ്റിംഗ് ചെയ്യുന്നതിന്റെ കുറച്ച് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ പ്രാധാന്യങ്ങളാണ്. അതിൽ ഒന്നാമത്തത് ഡേറ്റയുടെ ക്വാളിറ്റി നിലനിർത്താൻ സാധിക്കും. രണ്ടാമത്തത് സ്റ്റാഫുകളുടെയും ആ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസർ സംഘാടകരുടെയും ആ ഹോസ്പിറ്റൽ ലിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ നിയമ നടപടികൾ ഉണ്ടാണ്, നിയമ നടപടികൾ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. റെപ്യൂട്ടേഷൻ ഓഫ് സ്റ്റാഫ്, ഓർഗനൈസർ ആൻഡ് ഹോസ്പിറ്റൽ. ആ സ്റ്റാഫുകളുടെ ആ ഓർഗനൈസറുടെ അല്ലെങ്കിൽ അത് സംഘടിപ്പിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെയൊക്കെ പ്രശസ്തി നമുക്കറിയാം. റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ നമുക്ക് പ്രശസ്തി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിലനിർത്താനായിട്ട് അല്ലെങ്കിൽ സംരക്ഷിക്കാൻ സാധിക്കും. മൂന്നാമത് പറഞ്ഞത് നിലവിലുള്ളതോ അല്ലെങ്കിൽ ഭാവിയിലേക്കുള്ളതോ ആയിട്ടുള്ള ഫണ്ടിങ്, ഫിനാൻഷ്യൽ പരമായ കാര്യങ്ങൾ നമുക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കും. ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണനിലവാരം ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നു. ക്ലിനിക്കൽ ഇംപ്രൂവ്മെന്റ്സ് അല്ലെങ്കിൽ ക്ലിനിക്കൽ പരമായ മെച്ചപ്പെടുത്തലുകൾക്കായിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു. അതുപോലെ ആ ടീം വർക്കിനെ പ്രചോദനം നൽകുന്നു. പേഷ്യൻസിന് കൊടുക്കുന്ന കെയർ അല്ലെങ്കിൽ പരിചരണത്തിലെ മെച്ചപ്പെടുത്തൽ നടത്താൻ സഹായിക്കുന്നു. ഫിനാൻഷ്യൽ പരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നു. അതുപോലെ ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പബ്ലിക് അക്കൗണ്ടിന്റെ കീഴിൽ വരുന്ന നടപടിക്രമങ്ങളിൽ നിന്നും നമുക്ക് അത്യാവശ്യം എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള മീറ്റിങ്ങോ കാര്യങ്ങളോ വന്നാൽ അതിൽ നിന്നൊക്കെ നമുക്ക് സേഫ് ആയിട്ട് നിൽക്കാനും ഈ ഒരു ഓഡിറ്റ് ചെയ്യുന്നതിലൂടെ സാധിക്കുന്നുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു കഴിയുമ്പോ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ?
ഓക്കെ, അപ്പൊ അടുത്തതായിട്ട് നമ്മൾ അടുത്തൊരു സെക്ഷനിലേക്കാണ് പോകുന്നത്. ഓഡിറ്റ് മേ ബി ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ. അപ്പൊ ഓഡിറ്റ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് നടക്കുന്നത്. ഇന്റേണൽ ആയിട്ടുള്ള ഓഡിറ്റും ഉണ്ട്, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഓഡിറ്റും ഉണ്ടാവും. അപ്പൊ അതിൽ നിന്ന് തന്നെ ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്തായിരിക്കും ഒരു ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഓഡിറ്റ് തമ്മിലുള്ള വ്യത്യാസം. എന്തായിരിക്കാം ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഓഡിറ്റ് തമ്മിലുള്ള വ്യത്യാസം? എന്തായിരിക്കാം? എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? അതെ, ആ ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ അതിനുള്ളിൽ തന്നെ ആ സ്ഥാപനത്തിനുള്ളിൽ തന്നെ നടക്കുന്ന ഓഡിറ്റിംഗ് ആണ് ഇന്റേണൽ ഓഡിറ്റ്. അപ്പൊ അവിടെ എന്താണ്, എക്സ്റ്റേണൽ ആണോ പുറത്തു നിന്നുള്ള ഒരു ഏജൻസി വന്നാണ് അവിടെ ഓഡിറ്റിംഗ് നടത്തുന്നത്. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഏജൻസികൾ അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ആളുകളുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ എക്സ്റ്റേണൽ ഓഡിറ്റ് ചെയ്യുക. അപ്പൊ ഇന്റേണൽ ഓഡിറ്റും എക്സ്റ്റേണൽ ഓഡിറ്റും തമ്മിലുള്ള വ്യത്യാസം, ഇന്റേണൽ ഓഡിറ്റ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ അവിടുത്തെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. എന്നാൽ എക്സ്റ്റേണൽ ഓഡിറ്റ് നമ്മൾ ചിലപ്പോൾ വർഷത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ആയിരിക്കും ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്? ഇന്റേണൽ ഓഡിറ്റ് ഈസ് ആൻ ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ ടു പ്രൊവൈഡ് ഗ്യാരണ്ടി ടു ദ ഓർഗനൈസേഷൻ ദാറ്റ് ഇറ്റ്സ് ഫിനാൻഷ്യൽ ആൻഡ് ഓപ്പറേഷണൽ കൺട്രോൾസ് ആർ ആഡിക്വേറ്റ്. അതായത് ഇവിടെ ഇന്റേണൽ ഓഡിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇതൊരു ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ, ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു വിലയിരുത്തലാണ് നമ്മളിവിടെ നടത്തുക. ടു പ്രൊവൈഡ് എന്ത് നൽകാൻ വേണ്ടിയാ? ആ ഹോസ്പിറ്റലിന് മതിയായ രീതിയിലുള്ള ഫിനാൻഷ്യൽ ആൻഡ് ഓപ്പറേഷൻ നിയന്ത്രണങ്ങൾ അവിടെ നടത്തുന്നുണ്ട്. ആ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് ഫിനാൻഷ്യൽ സാമ്പത്തികപരമായിട്ടും അതുപോലെ ഓപ്പറേഷണൽ പ്രവർത്തനപരമായിട്ടുമുള്ള എല്ലാ തരത്തിലുമുള്ള മതിയായ നിയന്ത്രണങ്ങളും അവിടെ നമുക്ക് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി, ഗ്യാരണ്ടി ചെയ്യാൻ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നടത്തുന്ന ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള വിലയിരുത്തലാണ്, ഇവാലുവേഷൻ ആണ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്റേണൽ ഓഡിറ്റ് നമ്മുടെ സ്ഥാപനത്തിനുള്ളിലുള്ള ജീവനക്കാരെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുക. അപ്പൊ നമുക്ക് അവിടെ കൃത്യമായിട്ട് ഒരു വർഷത്തെ കാലത്തൊന്നും ഒരു അളവൊന്നും എടുക്കണ്ട. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എന്താണോ ആവശ്യമായി വരുന്ന, നമുക്ക് ചിലപ്പോൾ ചില പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണമായിക്കോട്ടെ, ഫിനാൻഷ്യൽ കാര്യങ്ങളായിക്കോട്ടെ, അല്ലെ അവർ നടത്തുന്ന പ്രവർത്തനങ്ങളായിക്കോട്ടെ, അതിനൊക്കെ ആ ഓർഗനൈസേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മതിയായ നിയന്ത്രണങ്ങൾ അവിടെ നടത്തുന്നുണ്ടോ ഓരോ സമയങ്ങളിലും. ഇപ്പൊ എന്താണ് ഒരു 2 മാസം നമ്മളൊരു കണക്കെടുത്ത് നോക്കുകയാണ്, അതിനുള്ളിൽ അവിടെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ടാണ് നടക്കുന്നത്, എല്ലാം നല്ല നിയന്ത്രണത്തിലാണോ കൊണ്ടുപോകുന്നത് എന്ന കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ എന്ന വിലയിരുത്തലാണ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. Then these procedures conveys organizational policies, procedures proportional to required complaints demands. ഈ അടുത്തതായിട്ട് പറയുന്നത് ഇങ്ങനെ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ നടപടിക്രമം ചെയ്യുന്നത് വഴി നമുക്ക് ഓരോ ഓർഗനൈസേഷൻസിനെ പോളിസികൾ, അവിടുത്തെ നയങ്ങൾ എങ്ങനെയാണ്, അവരുടെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്, അതുപോലെ പ്രൊപ്പോർഷണൽ ടു റിക്വയർഡ് കംപ്ലൈൻസ് ഡിമാൻഡ്സ്, അവിടെ സ്ഥാപനത്തിനോട് ആവശ്യകതകൾ, പേഷ്യൻസിന്റെ ഒക്കെ ആവശ്യകതകളോ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകളുടെയൊക്കെ ആവശ്യകതകൾ പാലിക്കുന്ന രീതിയിലുള്ള പ്രൊപ്പോർഷൻ, അതിനോട് ആനുപാതികമായിട്ടുള്ള പോളിസികളും നടപടിക്രമങ്ങളുമാണോ ആ സ്ഥാപനത്തിൽ നടപ്പിലാക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കമ്പയർ ചെയ്ത് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഇംപ്രൂവ്മെന്റ്സ് നടക്കാം. അതാണ് ഇന്റേണൽ ഓഡിറ്റിന്റെ പ്രത്യേകത. ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും മനസ്സിലാക്കുക, ഇത് നമ്മുടെ സ്ഥാപനത്തിനുള്ളിൽ തന്നെ ചെയ്യുന്ന സ്വതന്ത്രമായിട്ടുള്ള ഒരു വിലയിരുത്തലാണ്. ഇത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? ശരിക്കും ആ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനില് സാമ്പത്തികപരമായിട്ടും പ്രവർത്തനപരമായിട്ടുമുള്ള നിയന്ത്രണങ്ങൾ മതിയായ രീതിയിൽ അവിടെ നടപ്പിലാക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഇവാലുവേഷൻ പ്രോസസ്സാണ്. അത്രയും ഓക്കെയാണോ? ക്ലിയർ ആണോ? ഇത് ഈ പറയുന്ന പ്രൊസീജിയർ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ആവശ്യകതകൾക്കനുസരിച്ചുള്ള പോളിസികളും പ്രൊസീജിയേഴ്സുമാണോ അവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന പോലെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പയർ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. ഇനി എന്തെങ്കിലുമൊക്കെ മെച്ചപ്പെടുത്തൽ നടത്തണമെങ്കിൽ ഈ കിട്ടുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിനുള്ള ഇംപ്രൂവ്മെന്റ്സ് ക്വാളിറ്റിയിലായിക്കോട്ടെ അല്ലെങ്കിൽ കൊടുക്കുന്ന പ്രവർത്തനങ്ങളിലായിക്കോട്ടെ എല്ലാത്തിലും മെച്ചപ്പെടുത്തൽ നമുക്ക് നടത്തിയെടുക്കാനും ഇന്റേണൽ ഓഡിറ്റിലൂടെ സാധിക്കും. ക്ലിയർ ആണോ ഇന്റേണൽ ഓഡിറ്റ്? ഓക്കെ,
Then അടുത്തതാണ് external audit. External audit are used to evaluate certain aspects of characteristics of a healthcare providing organization against specified standards. ഇവിടെ specified ആയിട്ടുള്ള standards അല്ലെങ്കിൽ നമുക്ക് നിർദ്ദിഷ്ടമായിട്ടുള്ള മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ആ ഓർഗനൈസേഷൻ ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ സ്ഥാപനം അതിന്റെ ചില പ്രത്യേകമായിട്ടുള്ള ചില certain aspects of character അല്ലെങ്കിൽ ചില സ്വഭാവ സവിശേഷതകളുടെ വശങ്ങളാണ് നമ്മളിവിടെ വിലയിരുത്തുന്നത്. അതായത് accordingly the implementation of an external audit means an external standard. ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഇവിടെ ഉണ്ടായിരിക്കും. ആ സ്റ്റാൻഡേർഡിനനുസരിച്ച് ഇവരെ പാലിക്കുന്നുണ്ടോ, അതായത് ഇവര് എക്സ്റ്റേണൽ അതായത് കോപ്പറേഷൻ ഫ്രം ബിയോണ്ട് ഹോസ്പിറ്റൽ എന്നാ പറയുന്നത്. ഹോസ്പിറ്റലിന് പുറത്തു നിന്നുള്ള ഒരു സഹകരണം ഈ പറയുന്ന എക്സ്റ്റേണൽ ഓഡിറ്റ് ചെയ്യാനായിട്ട് ഇവർക്ക് ആവശ്യമായിട്ടുണ്ട്. കാരണം പുറത്തുള്ള ഒരു എക്സ്റ്റേണൽ ഏജൻസിയാണ് ഇവിടെ ഓഡിറ്റിംഗ് നടത്തുന്നത്. അങ്ങനെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു പുറത്തു നിന്നുള്ള ഒരു സഹകരണം ഇവിടെ ആവശ്യമാണ്. അങ്ങനെ വ്യക്തികൾ വന്ന് അവിടെ ഓഡിറ്റ് ചെയ്യുമ്പോൾ അവർ എക്സ്റ്റേണൽ ആയിട്ടൊരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ടാവും. ആ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ഈ ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ആരോഗ്യ പരിചരണം നൽകുന്ന ഈ സ്ഥാപനം ആ മാനദണ്ഡങ്ങളിൽ നിർദ്ദിഷ്ടമായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ടാണോ പ്രവർത്തിക്കുന്നത്, അതിന്റെ പ്രത്യേകമായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ സ്വഭാവ സവിശേഷതകളുടെ പല വശങ്ങളും ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഇവാലുവേഷൻ അല്ലെങ്കിൽ വിശകലനം നടത്തുന്നുണ്ട്. ആൻഡ് ദിസ് ഡിസ്ട്രിബ്യൂഷൻസ് ഫ്രം ഇന്റേണൽ ഓഡിറ്റ് അതിപ്പോ ഏറ്റവും വ്യത്യസ്തമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇന്റേണൽ ഓഡിറ്റിൽ നിന്നും എക്സ്റ്റേണൽ ഓഡിറ്റിനെ വ്യത്യാസപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇവിടെ അവിടെ നമ്മൾ നോക്കുന്നത് ആ സ്ഥാപനം അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ പാലിക്കേണ്ട ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മാനദണ്ഡം അല്ലെങ്കിൽ ഒരു ബേസിക് ആയിട്ടുള്ള മാനദണ്ഡങ്ങൾ മാത്രമേ നമ്മൾ അവിടെ നോക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രവർത്തനപരമായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ നമ്മളോട് ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ എക്സ്റ്റേണൽ ഓഡിറ്റിൽ വരുമ്പോൾ ഇവിടെ നമ്മുടെ സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് അവർ പാലിക്കുന്നുണ്ട്. കാരണം എന്താ, ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു മാനദണ്ഡം നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്. ആ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ഇവർ അതിൽ മാനദണ്ഡങ്ങൾക്കൊപ്പമാണ് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ അത്രയും എത്തുന്നില്ലേ. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങനെയുള്ള എല്ലാ വശങ്ങളിലുമുള്ള ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ സ്വഭാവ സവിശേഷതകളും നമ്മളിവിടെ വിലയിരുത്തുന്നുണ്ട്. അപ്പൊ ഒരു എക്സ്റ്റേണൽ ഓഡിറ്റ് ചെയ്യുമ്പോൾ അവിടെ എക്സ്റ്റേണൽ ആയിട്ട് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഓഡിറ്റ് ചെയ്യണമെങ്കിൽ ആശുപത്രിയുടെ പുറത്തു നിന്നുള്ളൊരു സഹകരണവും ഉണ്ടായിരിക്കും. ഇതാണ് പ്രധാനമായിട്ടും ഇന്റേണൽ ഓഡിറ്റിനെ ഇതിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ക്ലിയർ ആണോ എക്സ്റ്റേണൽ ഓഡിറ്റ്? ഇവിടെ എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വർഷത്തിൽ ഒരു പ്രാവശ്യം ആനുവലിയൊക്കെ ആയിരിക്കും ചെയ്യുന്നത് അല്ലെ. സ്വാഭാവികമായിട്ട് നമ്മൾ പുറത്തുനിന്ന് ഒരു ഏജൻസിയെ കൊണ്ടുവന്ന് ചെയ്യുമ്പോൾ അവിടെ ആനുവലി വർഷത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ആയിരിക്കും എക്സ്റ്റേണൽ ഓഡിറ്റ് ചെയ്യുക. എന്നാൽ ഇന്റേണൽ ഓഡിറ്റ് നമുക്ക് ഇപ്പോൾ വേണമെങ്കിലും ചെയ്യാം. കാരണം എന്താ, നമ്മൾ അതിനകത്ത് ജീവനക്കാരെ വെച്ച് തന്നെ നമ്മൾ ഓഡിറ്റിംഗ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ കുറച്ചുകൂടി മെച്ചപ്പെടുത്തൽ നടത്താനായിട്ട് സഹായകമാകുന്നത് ഇന്റേണൽ ഓഡിറ്റ് ആണ്. എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് വെക്കും. അവർ അതിനനുസരിച്ച് പുറത്തുനിന്നുള്ള ഒരു ഏജൻസി വന്ന ആ സ്റ്റാൻഡേർഡ് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ, അതിനനുസരിച്ച് ഏതൊക്കെ മേഖലകളിൽ അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയാസിലാണ് ഇവർക്ക് അതിനനുസരിച്ചുള്ള ന്യൂനതകള് അല്ലെങ്കിൽ കുറവുകളൊക്കെ ഉള്ളത് എന്നൊക്കെ നമ്മൾ കണ്ടെത്താനും എക്സ്റ്റേണൽ ഓഡിറ്റിലൂടെ സാധിക്കും. ഇന്റേണൽ ഓഡിറ്റ് ആകുമ്പോൾ നമുക്ക് എപ്പോ വേണമെങ്കിലും അവിടെ ഓഡിറ്റിംഗ് നടത്താം. ഓക്കെ ആണോ? എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഓഡിറ്റ് മനസ്സിലായോ? എന്താണ് ഒരു റിപ്ലൈ ചെയ്യാതിരിക്കുന്നത്? ക്ലിയർ ആണോ? നിങ്ങൾ റിപ്ലൈ ചെയ്താലേ മിസ്സിന് മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് ക്ലിയർ ആയി അല്ലെങ്കിൽ മനസ്സിലായി എങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാലോ. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് അടുത്തതാണ് മെഡിക്കൽ ഓഡിറ്റ്. അപ്പൊ ഓരോരോ ഓഡിറ്റിനെ കുറിച്ചാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത്. ഓരോരോ ഓഡിറ്റ് അപ്പൊ നമ്മൾ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഓഡിറ്റ് പറഞ്ഞു. ഇനി അടുത്തതായിട്ട് മെഡിക്കൽ ഓഡിറ്റ് ആണ്. അപ്പൊ ഓരോന്നിന്റെയും ഓഡിറ്റിനെ കുറിച്ച് പഠിച്ചിട്ട് നമുക്ക് ക്ലിനിക്കൽ ഓഡിറ്റിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ the medical audit is defined as the assessment of medical care in retrospect to scrutiny of medical records. ഇവിടെ ഒരു മെഡിക്കൽ ഓഡിറ്റ് ചെയ്യാനായിട്ട് എങ്ങനെയായിരിക്കും അവിടെ വിലയിരുത്തൽ നടത്തുന്നത്? അവിടുത്തെ മെഡിക്കൽ കെയർ അല്ലെ. അപ്പൊ മുൻകാലങ്ങളിലുള്ള റെട്രോസ്പെക്ട് എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിലുള്ള മെഡിക്കൽ കെയർ അല്ലെങ്കിൽ വൈദ്യ പരിചരണത്തിനെ വിലയിരുത്തുന്നു. അതായത് ഇപ്പൊ മുൻപ് നമ്മളൊരു ഓഡിറ്റ് നടത്തുമ്പോൾ അങ്ങനെയില്ലേ,
നമ്മളിപ്പോ ഒരു ഓഡിറ്റ് നടത്തുമ്പോൾ അത്രയും നാളുണ്ടായിരുന്നത് എങ്ങനെയായിരുന്നു, അങ്ങനെയല്ലേ നമ്മൾ ഓഡിറ്റ് നടത്തുക അല്ലെ? അതായത് അത്രയും നാള് അവിടെ ഉണ്ടായിരുന്ന വൈദ്യപരിചരണം എത്രത്തോളം ഉണ്ടായിരുന്നു അല്ലെ മുൻകാലങ്ങളിൽ. അതാണ് റിട്രോസ്പെക്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ എന്നാണ് വന്നിരിക്കുന്നതെങ്കിൽ ഇന്നുള്ള ദിവസത്തിന് മുൻപ് വരെ അങ്ങനെയല്ലേ നമ്മൾ നോക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യം, അതായത് മുൻകാലങ്ങളിൽ അവിടെ ഉണ്ടായിരുന്ന വൈദ്യപരിചരണത്തിന്റെ വിലയിരുത്തൽ നമ്മൾ നടത്തുന്നതിനെയാണ് മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇനി അങ്ങനെ വിലയിരുത്തൽ നടത്തണമെങ്കിൽ എന്തിലൂടെയാണ് നമുക്കത് വിലയിരുത്താൻ പറ്റുന്നത്? എന്തിലൂടെയാണ് നമുക്ക് അവിടുത്തെ വൈദ്യപരിചരണം അല്ലെങ്കിൽ മെഡിക്കൽ കെയർ അസസ്മെന്റ് നടത്താൻ പറ്റുക? മുൻകാലങ്ങളിലുള്ള മെഡിക്കൽ കെയറുകൾ അസസ് ചെയ്യണമെങ്കിൽ എന്തിലൂടെ നടത്താൻ പറ്റും? ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ നമുക്ക് അവിടെ പോയി വിലയിരുത്തൽ നടത്തിയാൽ മതി, അല്ലെങ്കിൽ നിരീക്ഷണങ്ങളിലൂടെ നമുക്ക് പറ്റും. അല്ലാതെ വരുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? എങ്ങനെ ചെയ്യാൻ പറ്റും? മെഡിക്കൽ റെക്കോർഡ്സിന്റെ സഹായത്തോടു കൂടി അല്ലെ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ ഏതൊരു കാര്യങ്ങൾക്കും കൃത്യമായ മെഡിക്കൽ റെക്കോർഡുകൾ കീപ്പ് ചെയ്യണം അല്ലെ? സ്ക്രൂട്ടിനിറ്റി ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്, മെഡിക്കൽ റെക്കോർഡുകളുടെ സൂക്ഷ്മ പരിശോധനയിലൂടെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന വൈദ്യപരിചരണത്തിന്റെ വിലയിരുത്തൽ നടത്തുന്നതിനെയാണ് മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്രയും മനസ്സിലാക്കാം. നമ്മൾ എന്ത് പരിശോധിക്കുകയാണ് അവിടെ ചെയ്യുന്നത്? സ്ക്രൂട്ടിനിറ്റി ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. മെഡിക്കൽ റെക്കോർഡ്സ് സൂക്ഷ്മ പരിശോധനകൾ നടത്തി റിട്രോസ്പെക്ട് എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന അല്ലെ മുൻകാലങ്ങളിലെ വൈദ്യപരിചരണം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് വിലയിരുത്തുന്നതിനെയാണ്, അല്ലെങ്കിൽ അസസ്മെന്റ് ചെയ്യുന്നതിനെയാണ് മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. കിട്ടിയോ? എന്താണ് മെഡിക്കൽ ഓഡിറ്റ് എന്ന് കിട്ടിയോ? Then it is planned analysis program which clearly monitors and evaluates the clinical performance of all practitioners recorded by qualified professional staffs to identify, examine or verify the performance using accepted criteria. അതായത് ഇവിടെ നമ്മളൊരു പ്ലാൻ ചെയ്തിട്ടുള്ളൊരു അനാലിസിസ് പ്രോഗ്രാം ആണ്, ആസൂത്രണം ചെയ്തിട്ടുള്ളൊരു വിലയിരുത്തൽ പ്രോഗ്രാം ആണ് നമ്മളിവിടെ നടത്തുന്നത്. അത് which clearly monitor, ഇവിടെ നമുക്ക് കൃത്യമായിട്ട് വ്യക്തമായിട്ടും നമ്മൾ അവിടുത്തെ ക്ലിനിക്കൽ പെർഫോമൻസ് ഓഫ് പ്രാക്ടീഷണേഴ്സ്, കാരണം എന്താ അവിടെ നമ്മൾ മെഡിക്കൽ കെയർ കൊടുക്കുന്നത് ആരാണ്? നമുക്ക് ഓരോരുത്തർക്കും മെഡിക്കൽ കെയർ അല്ലെങ്കിൽ പരിചരണം നൽകുന്നത് ആരാണ്? പ്രാക്ടീഷണേഴ്സ്, മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആണ് അല്ലെ? അപ്പൊ അവരുടെ പെർഫോമൻസ്, എല്ലാ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന്റെയും അവരുടെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ടായിരുന്നു അല്ലെ? ക്ലിനിക്കൽ പരമായിട്ടുള്ള അവരുടെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ടായിരുന്നു, അവരാണ് നമുക്ക് പരിശീലനം തരുന്ന ആളുകൾ. അപ്പൊ അവരുടെ പെർഫോമൻസ് ആണ് ഇവിടെ നമ്മൾ വിലയിരുത്തുക. അപ്പൊ അവരുടെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു വിലയിരുത്തൽ പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു പരിപാടിയാണ് മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യും? ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ സ്റ്റാഫിനെ നിയമിക്കും. മനസ്സിലായോ? ഒരു മെഡിക്കൽ ഓഡിറ്റ് നടത്താൻ വേണ്ടി ഇവരൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ സ്റ്റാഫിനെ നിയമിക്കുന്നു. ടു ഐഡന്റിഫൈ, എക്സാമിൻ ഓർ വെരിഫൈ ദ പെർഫോമൻസ് യൂസിങ് അക്സെപ്റ്റഡ് ക്രൈറ്റീരിയ. നമ്മൾ അംഗീകൃതമായിട്ടുള്ള മാനദണ്ഡങ്ങൾക്കനുസരിച്ച് അവര് ഐഡന്റിഫൈ ചെയ്യുക. അതായത് അവിടുത്തെ പെർഫോമൻസ്, അവരുടെ ആ ഒരു പ്രാക്ടീഷണേഴ്സിന്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് കണ്ടെത്തുന്നു, അത് പരിശോധിക്കുന്നു. അവരുടെ പെർഫോമൻസ് ആ ഒരു ക്രൈറ്റീരിയക്ക് അനുസരിച്ചാണ് കേട്ടോ, ആ ഹോസ്പിറ്റൽ അംഗീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾക്കനുസരിച്ച് അവരെ എന്ത് ചെയ്യുന്നു? അവരുടെ പ്രകടനം എത്രത്തോളം ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു, കണ്ടെത്തലുകൾ നടത്തുന്നു, പരിശോധനകളും നടത്താൻ വേണ്ടി ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ സ്റ്റാഫിനെ അവിടെ നിയമിക്കുന്നുണ്ട്. അവരിലൂടെയാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നത്? അനാലിസിസ് നടത്തുന്നത്. അപ്പൊ മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ മെഡിക്കൽ റെക്കോർഡുകള് മുതലായ കാര്യങ്ങള് സൂക്ഷ്മമായ പരിശോധനകൾ നടത്തി മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന അല്ലെ മുൻകാലങ്ങളിലെ വൈദ്യപരിചരണങ്ങൾ എങ്ങനെയായിരുന്നു എന്ന കാര്യങ്ങളെ കുറിച്ചുള്ള വിലയിരുത്തൽ നടത്തുന്നതിനെ, അസസ്മെന്റ് നടത്തുന്നതിനെയാണ് മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു പ്ലാൻ ചെയ്തിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ഒരു അനാലിസിസ് പ്രോഗ്രാം ആണ്. കാരണം മെഡിക്കൽ റെക്കോർഡ് കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടാണ് പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത് അല്ലെ? അതൊക്കെ സജ്ജീകരിച്ച് അതിനൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പേഴ്സണെ നിയമിച്ച് അവരാണ്
എന്താണ് ഈ പറയുന്ന എല്ലാ പ്രൊഫഷണൽ ആയിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീഷണേഴ്സും നല്ല രീതിയിൽ അവിടെ വൈദ്യപരിചരണങ്ങൾ കൊടുത്തിട്ടുണ്ടോ? കാരണം കൊടുത്തിടേണ്ടതാണ്. കൊടുത്തിട്ടുണ്ടോ അവരുടെ പെർഫോമൻസ് എത്രത്തോളം നല്ലതായിരുന്നു, എങ്ങനെയായിരുന്നു അവരുടെ പ്രകടനം നടത്തിയിരുന്നത് മുതലായ കാര്യങ്ങൾ കൃത്യമായിട്ട് കണ്ടെത്തുന്നു. അത് പരിശോധിച്ച് വിലയിരുത്തുകയും ചെയ്യും. വേഗം വായിച്ചു നോക്കിയ മെഡിക്കൽ ഓഡിറ്റ്. വായിച്ചു കഴിയുമ്പോൾ റിപ്ലൈ ചെയ്യണം കേട്ടോ. ക്ലിയർ ആണോ മെഡിക്കൽ ഓഡിറ്റ്? എന്താണ് ചോദിച്ചത്? മെഡിക്കൽ ഓഡിറ്റ് നമുക്ക് രണ്ട് രീതിയിലും നടത്താം കേട്ടോ. എക്സ്റ്റേണൽ ആയിട്ടും നടത്താം, ഇന്റേണൽ ആയിട്ടും നടത്താം. കാരണം എന്താണെന്ന് വെച്ചാൽ എക്സ്റ്റേണൽ ഓഡിറ്റ് ആവുമ്പോൾ നമുക്ക് അവിടെ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് അവർ കാര്യങ്ങൾ പറഞ്ഞുതരും. ഇനി ഇന്റേണൽ ഓഡിറ്റ് ആയിട്ട് നമുക്ക് മെഡിക്കൽ ഓഡിറ്റ് നടത്തണമെങ്കിൽ അവിടുത്തെ ജീവനക്കാരെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. കാരണം എന്താണ്, നമ്മുടെ മുൻകാലങ്ങളിലുള്ള പരിചരണങ്ങളിൽ വലിയ എന്തെങ്കിലും അപാകതകളുണ്ടോ, ഇനി എന്തെങ്കിലും മുൻപിട്ട് ഫ്യൂച്ചറിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയത് ചെയ്യണോ എന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്റേണൽ ആയിട്ടും ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ ആണല്ലോ. അടുത്ത ഭാഗത്തേക്ക് പോട്ടെ, ക്ലിനിക്കൽ ഓഡിറ്റിലേക്ക് പോട്ടെ. നെക്സ്റ്റ് വരുന്നതാണ് ക്ലിനിക്കൽ ഓഡിറ്റ്. Clinical audit covers all features of clinical care, including that provided by nursing and paramedical staff. ഇവിടെ നമ്മൾ ഈ ഓഡിറ്റിംഗ് ചെയ്യുന്നത് രണ്ട് രീതിയിൽ, അതായത് ക്ലിനിക്കൽ പരമായിട്ടുള്ള പരിചരണങ്ങൾ കൊടുക്കുന്നതിന് എല്ലാ രീതിയിലുമുള്ള സവിശേഷതകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതായത് പ്രൊവൈഡ് ബൈ ആര് കൊടുക്കുന്നതാണ്, ആര് കൊടുക്കുന്ന ക്ലിനിക്കൽ പരിചരണങ്ങളാണ്, ആര് കൊടുക്കുന്നത്? നേഴ്സുകൾ അല്ലെ. നേഴ്സിംഗ് ആണ് പാരാമെഡിക്കൽ സ്റ്റാഫുകൾ കൊടുക്കുന്ന ക്ലിനിക്കൽ കെയറുകൾ അല്ലെങ്കിൽ പരിചരണം, ക്ലിനിക്കൽ പരമായ ചികിത്സാപരമായിട്ടുള്ള പരിചരണങ്ങളുടെ എല്ലാ ഫീച്ചേഴ്സും അല്ലെങ്കിൽ എല്ലാ സവിശേഷതകളും എന്തിൽ കവർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തിൽ ഉൾപ്പെടുന്നത്? ക്ലിനിക്കൽ ഓഡിറ്റിൽ ഉൾപ്പെടുന്നുണ്ട്. ക്ലിനിക്കൽ ഓഡിറ്റ് എ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോസസ്. ഇതൊരു ക്വാളിറ്റി മെച്ചപ്പെടുത്താനുള്ള ഒരു പ്രക്രിയയാണ്. അതായത് ട്രൈസ് ടു എൻഹാൻസ് പേഷ്യന്റ് കെയർ. ഇവിടെ നമുക്കൊരു ക്ലിനിക്കൽ ഓഡിറ്റ് ചെയ്യാം. നമ്മളൊരു ഹോസ്പിറ്റലിൽ ക്ലിനിക്കൽ ഓഡിറ്റ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ക്ലിനിക്കൽ ഓഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, ക്ലിനിക്കൽ ഓഡിറ്റിന്റെ രണ്ട് ടൈപ്പ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാര്യങ്ങളുണ്ട്. അപ്പൊ ക്ലിനിക്കൽ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ പേഷ്യൻസിനെ കൊടുക്കുന്ന നേഴ്സസ് ആവാം അല്ലെങ്കിൽ പാരാമെഡിക്കൽ സ്റ്റാഫ് ആവാം, അവര് കൊടുക്കുന്ന ക്ലിനിക്കൽ പരമായിട്ടുള്ള കെയറിനെ എൻഹാൻസ് ചെയ്യാൻ അല്ലെങ്കിൽ വർദ്ധിപ്പിക്കാനായിട്ട്, അപ്പൊ അവിടെ പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണം കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിലാവാൻ അല്ലെങ്കിൽ കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യാൻ വർദ്ധിപ്പിക്കാനായിട്ട് സിസ്റ്റമാറ്റിക് അനാലിസിസ് ഓഫ് കെയർ ഓഫ് ഹെൽത്ത് കെയർ ടീം. അപ്പൊ അവിടെ കെയർ കൊടുക്കുന്ന ഹെൽത്ത് കെയർ ടീമിന്റെ പരിചരണം എത്രത്തോളം ഉണ്ടെന്ന് വിശദമായ അനാലിസിസ് അല്ലെങ്കിൽ വിശകലനം ചെയ്താലല്ലേ നമുക്ക് അവിടെ മെച്ചപ്പെടുത്തൽ വേണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഒരു ഹെൽത്ത് കെയർ ടീമിന്റെ പരിചരണം എത്രത്തോളം ഉണ്ടെന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് ചിട്ടയായ രീതിയിൽ അനാലിസിസ് ചെയ്യുന്നു അല്ലെങ്കിൽ വിശകലനം ചെയ്യുന്നു. എഗെയിൻസ്റ്റ് ക്ലിയർ കട്ട് ക്രൈറ്റീരിയ, കൃത്യമായ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചാണോ ഇവർ പരിചരണം കൊടുക്കുന്നത്. ഇനി എന്തെങ്കിലുമൊക്കെ അവിടെ കുറവുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇംപ്ലിമെന്റേഷൻ ഓഫ് ചേഞ്ച്, നമുക്ക് മാറ്റങ്ങൾ വരുത്തുന്നത് നടപ്പിലാക്കുകയും വേണം. അപ്പൊ ഒരു ക്ലിനിക്കൽ ഓഡിറ്റില് പ്രധാനമായിട്ട് നമുക്കിവിടെ ക്ലിനിക്കൽ ആയിട്ടുള്ള
കെയർ വളരെ നല്ല രീതിയിൽ എല്ലാ സവിശേഷതകളും ഉൾപ്പെടുത്തിയുള്ള നല്ലൊരു ക്ലിനിക്കൽ പരമായിട്ടുള്ള ചികിത്സാപരമായിട്ടുള്ള ഒരു പരിചരണം അവിടെ പേഷ്യൻസിന് കൊടുക്കണം. അത് കൃത്യമായിട്ട് നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ സ്റ്റാഫുകൾ കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്? വിലയിരുത്തൽ നടത്തുന്നുണ്ട്. അപ്പൊ ആ ഒരു വിലയിരുത്തൽ നടത്തുമ്പോൾ അവിടെ ഹെൽത്ത് കെയർ ടീം കൊടുക്കുന്ന കെയറിൽ അല്ലെങ്കിൽ പരിചരണങ്ങളിൽ ഒരു സിസ്റ്റമാറ്റിക് ആയ രീതിയിൽ അത് അനാലിസിസ് നടത്തുന്നു. കൃത്യമായ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചാണോ അവിടെ അവർ പരിചരണം കൊടുക്കുന്നത്? എല്ലാ കാര്യങ്ങളും ശരിയായ ക്വാളിറ്റിയിലും നല്ല രീതിയിലുള്ള പ്രക്രിയയിലൂടെയാണോ അവരവിടെ പരിചരണങ്ങൾ കൊടുക്കുന്നത്? ഇക്കാര്യങ്ങൾ പേഷ്യൻസിന് നല്ല ക്വാളിറ്റിയിലുള്ള പരിചരണങ്ങൾ ലഭ്യമായി കിട്ടുന്നുണ്ടോ? ഇതെല്ലാം അവർ നല്ല രീതിയിൽ അനാലിസിസ് നടത്തി എന്തെങ്കിലും മാറ്റങ്ങൾ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ്സ് നടത്തണമെങ്കിൽ, ക്വാളിറ്റിയിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് നടത്തണമെങ്കിൽ അതിനുള്ള ഇംപ്ലിമെന്റേഷൻ ആ ചേഞ്ചുകൾ നമുക്ക് അവിടെ നടപ്പിലാക്കാനും ഒരു ക്ലിനിക്കൽ ഓഡിറ്റിലൂടെ സാധിക്കുന്നുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കി ക്ലിനിക്കൽ ഓഡിറ്റ്. വായിച്ചു കഴിയുമ്പോൾ റിപ്ലൈ ചെയ്യണേ. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിനിക്കൽ ഓഡിറ്റ് ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഏതുകളിൽ നിന്ന് തന്നെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു അല്ലെ? മെഡിക്കൽ പരമാവുമ്പോൾ മെഡിക്കൽ റെക്കോർഡ്സ് വഴിയാണ് നമ്മൾ പരിശോധിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ക്ലിനിക്കൽ ആകുമ്പോൾ ക്ലിനിക്കൽ കെയറുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ഓഡിറ്റ് ആണ് അല്ലെ? പേരിൽ നിന്ന് തന്നെ കണക്ട് ചെയ്യാലോ. അടുത്തത് ഓർഗനൈസേഷണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ സ്ഥാപനവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. The organizational audit means investigation of practice like the appointment system. അപ്പോയിന്റ്മെന്റ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, പോളിസികള്, സ്ഥാപനവുമായി ബന്ധപ്പെട്ട പ്രധാനമായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. പ്രാക്ടീസ്, അവിടെ നടക്കുന്ന പ്രാക്ടീസുകള്, സ്റ്റാൻഡേർഡ്സ് which are considered as primary administrative function. പ്രാഥമികമായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്ന അപ്പോയിന്റ്മെന്റ് സിസ്റ്റങ്ങള്, അതുപോലെ പോളിസികള്, പ്രാക്ടീസ് അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാൻഡേർഡ് മുതലായ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഒരു പരിശോധനയാണ് ഓർഗനൈസേഷണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഓർഗനൈസേഷണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് പരമായിട്ടുള്ള ഫംഗ്ഷൻസിലേക്കാണ് ഓർക്കേണ്ടത്. അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് പരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്ന പ്രാഥമികമായ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം, പോളിസികള്, പ്രൊസീജിയേഴ്സ്, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ്സ്. അപ്പൊ അങ്ങനെയുള്ള രീതികളെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഒരു പരിശോധനയാണ് ഓർഗനൈസേഷണൽ ഓഡിറ്റ്. ക്ലിയർ ആണോ? ഓർഗനൈസേഷണൽ ഓഡിറ്റ് മനസ്സിലായോ? ഓക്കെ, അടുത്തതായിട്ട് മെത്തേഡ്സ് യൂസ്ഡ് ഇൻ ഓഡിറ്റ്. ഒരു ഓഡിറ്റിംഗ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന രീതികളാണ് അടുത്തതായിട്ട് പറയുന്നത്. മെത്തേഡ്സ് യൂസ്ഡ് ഇൻ ഓഡിറ്റ്. അപ്പൊ ഓഡിറ്റിംഗ് ചെയ്യാൻ വേണ്ടി നമ്മൾ പല രീതികൾ ഉപയോഗിക്കാറുണ്ട്. അത് ഓരോ ഓഡിറ്റിംഗിനനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. അതിൽ ഒന്നാമത്തതാണ് ഡയറക്റ്റ് ഒബ്സർവേഷനിലൂടെ. നേരിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്ത് അല്ലെങ്കിൽ നേരിട്ടുള്ള നിരീക്ഷണങ്ങളിലൂടെ നമുക്ക് ഓഡിറ്റിംഗ് നടത്താം. മനസ്സിലാവുന്നുണ്ടോ? ഓഡിറ്റിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പല രീതികളാണ്, മെത്തേഡുകളാണ്. അപ്പൊ അതിൽ ഒന്നാമത്തത് നമുക്ക് ഡയറക്റ്റ് ഒബ്സർവേഷൻ, അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് കണ്ടുകൊണ്ട് അല്ലെങ്കിൽ നേരിട്ട് നിരീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഓഡിറ്റിംഗ് നടത്താം. ആ ചെക്ക് ലിസ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങൾ ചെയ്ത് അതിന്റെ ചെക്ക് ലിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓഡിറ്റിംഗ് നടത്താം. ഇനി ഡോക്യുമെന്റേഷൻ അല്ലെങ്കിൽ റെക്കോർഡുകൾ, കൃത്യമായ ഡോക്യുമെന്റ്സും റെക്കോർഡുകളും പരിശോധിക്കുന്നതിലൂടെ നമുക്ക് ഓഡിറ്റിംഗ് നടത്താം. ക്വസ്റ്റ്യനേഴ്സ്, ചോദ്യാവലികളിലൂടെ ക്വസ്റ്റ്യൻ തയ്യാറാക്കി ചോദ്യാവലികളിലൂടെ പലതരത്തിലുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് നമുക്ക് ഓഡിറ്റിംഗ് നടത്താം. ഇന്റർവ്യൂസിലൂടെ, ഇപ്പൊ ഒരു മെഡിക്കൽ കെയർ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാകുമ്പോൾ നമുക്ക് പേഷ്യൻസിനോട് ഇന്റർവ്യൂയിലൂടെയൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, പല കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി എടുക്കേണ്ടതായിട്ട് വരും അല്ലെ? റെക്കോർഡുകൾ മാത്രം കണ്ടാൽ മനസ്സിലാവോ?
പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണങ്ങളിൽ അവർ സാറ്റിസ്ഫൈഡ് ആണോ എന്നൊക്കെ മനസ്സിലാവണമെങ്കിൽ അത് അവരോട് നമുക്ക് ഇന്റർവ്യൂ ഒക്കെ ചെയ്ത് തന്നെ ചോദിക്കേണ്ടതായിട്ട് വരും അല്ലെ. റെക്കോർഡുകളിൽ അങ്ങനെ എഴുതി രേഖപ്പെടുത്താൻ പറ്റുമോ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ അറിയാൻ പറ്റും നമുക്ക് റെക്കോർഡ് വായിച്ചാല് ഇല്ല. അപ്പൊ അതിനനുസരിച്ച് ഇന്റർവ്യൂസ് ചെയ്ത് ചിലപ്പോൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് ഓഡിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ക്ലിനിക്കൽ കേസ് റിവ്യൂ ഓരോ ക്ലിനിക്കൽ കേസുകൾ എടുത്ത് അതിന്റെ അവലോകനങ്ങൾ നടത്തി അതിലൂടെയും നമുക്ക് ഓഡിറ്റിംഗ് നടത്തേണ്ടതായിട്ട് വരും. അപ്പൊ ഓഡിറ്റിംഗ് നടത്താൻ വേണ്ടിയുള്ള ഉപയോഗിക്കുന്ന പല രീതികളാണ് ഇവിടെ പറഞ്ഞത്. ഡയറക്റ്റ് ഒബ്സർവേഷൻ നേരിട്ടുള്ള നിരീക്ഷണങ്ങളിലൂടെ നമുക്ക് ഓഡിറ്റിംഗ് നടത്താം. ചെക്ക് ലിസ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ റെക്കോർഡുകൾ എന്താണ് നിരീക്ഷിച്ചുകൊണ്ട് ചെയ്യാം. ദെൻ ക്വസ്റ്റ്യൻ അനാലിസിസ് എന്താണ് അവിടെ നമുക്ക് ചോദ്യാവലികൾ നമുക്ക് തയ്യാറാക്കിക്കൊണ്ട് ചെയ്യാം. ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്തുകൊണ്ട് അഭിമുഖങ്ങൾ കണ്ടക്ട് ചെയ്തുകൊണ്ട് ചെയ്യാം. ദെൻ ക്ലിനിക്കൽ കേസ് ഓരോ ക്ലിനിക്കൽ കേസുകളും എടുത്ത് അത് കൃത്യമായ രീതിയിൽ റിവ്യൂ ചെയ്ത് അല്ലെങ്കിൽ അവലോകനം ചെയ്തു ഇങ്ങനെയുള്ള ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് ഓഡിറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. വേഗം ഒന്ന് വായിച്ചു നോക്കി. ലാസ്റ്റ് പോയിന്റോ ക്ലിനിക്കൽ കേസ് റിവ്യൂ എന്ന് പറഞ്ഞാൽ ഓരോരോ കേസുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ഒരു പേഷ്യന്റ് അവരൊരു കേസാണ് അവരുടെ ഒരു രോഗവുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു കേസാണ്. അപ്പൊ ആ ഒരു കേസിനെ കുറിച്ച് അങ്ങനെ ഓരോ പേഷ്യൻസിന് കൊടുക്കുന്ന ഓരോ കേസുകൾ എടുത്തു. ഒരു പേഷ്യന്റ് ഇങ്ങനെ രോഗവുമായി ബന്ധപ്പെട്ട പേഷ്യന്റ് അവരൊരു കേസാണ്. അടുത്ത രോഗമായിട്ടുള്ള മറ്റൊരു പേഷ്യന്റ് അതൊരു കേസാണ്. അപ്പൊ അവരുടെ ഓരോരുത്തരുടെയും കേസുകൾ എടുത്ത് അവർക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ കൊടുത്തു എന്തൊക്കെ ഡയഗ്നോസിസ് നടത്തി അവരുടെ ലാസ്റ്റ് അവരുടെ എന്താണ് അവരുടെ റിസൾട്ട് അത് കൊടുത്തിട്ടുണ്ടായ റിസൾട്ട് മുതലായ കാര്യങ്ങൾ അവലോകനം ചെയ്യുക. ഓക്കെ ക്ലിയർ ആണോ? മെത്തേഡ്സ് യൂസ്ഡ് ഇൻ ഓഡിറ്റ്. നെക്സ്റ്റ് വരുന്നതാണ് ക്ലിനിക്കൽ ഓഡിറ്റ്. ഇത് നമ്മൾ ക്ലിനിക്കൽ ഓഡിറ്റിനെ കുറിച്ചാണ് കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ക്ലിനിക്കൽ ഓഡിറ്റിംഗില് രണ്ട് ടൈപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തതാണ് കൺകറന്റ് ഓഡിറ്റ്, രണ്ടാമത്തത് റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ്. ഇതുകൾ എന്തായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? രണ്ട് തരത്തിലുള്ള ക്ലിനിക്കൽ ഓഡിറ്റ് ഉണ്ടെന്ന് പറയാം. കൺകറന്റ് ഓഡിറ്റ് ആണ് റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ്. കൺകറന്റ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ കൺകറന്റ് അത് എവിടെ നിന്ന് അറിയാം ഒരേ സമയം അതായത് സമകാലത്ത് അല്ലെങ്കിൽ ഒരേ സമയം നമ്മൾ അവിടെ ഓഡിറ്റിംഗ് നടക്കുന്നുണ്ട്. അതെന്തായിരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത്? ഓഡിറ്റിംഗ് രണ്ടാമത് നിങ്ങൾ ആലോചിക്കുക റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ്. ഇപ്പൊ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയായിട്ട് മിസ് പറയാം അല്ലെങ്കിൽ ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഒത്തിരി ഓഡിറ്റിങ്ങിനെ കുറിച്ച് പഠിക്കുന്നത് കൊണ്ട്. റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഭൂതകാലത്തെ കുറിച്ചുള്ള അവലോകനം. അപ്പൊ നിങ്ങൾക്ക് രണ്ടും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുമോ? കൺകറന്റ് ഒരേ സമയം, മറ്റൊരു ഇതാണ് ഭൂതകാലത്തെ കുറിച്ചുള്ള അവലോകനം. ഭൂതകാല അവലോകനം ഭൂതകാലം എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ആണ് അല്ലെ, നമ്മൾ കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പൊ അതിനെ കുറിച്ചുള്ള അവലോകനം. അപ്പൊ നമ്മൾ മനസ്സിലാക്കി നോക്കിയേ. അപ്പൊ ഈ ക്ലിനിക്കൽ ഓഡിറ്റ് എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? കൺകറന്റ് ഓഡിറ്റിൽ വരുമ്പോ എങ്ങനെയായിരിക്കും? ആ ഒരു രോഗി ചികിത്സ സ്വീകരിക്കുമ്പോൾ തന്നെ അല്ലെ, ആ ഒരു ചികിത്സ സ്വീകരിച്ചതിന് ശേഷമല്ല നമ്മൾ അവിടെ ഓഡിറ്റിംഗ് നടത്തുന്നത് അല്ലെങ്കിൽ നിരീക്ഷണങ്ങൾ നടത്തുന്നത്. മറിച്ച് എങ്ങനെയാ? റിയൽ ടൈം. ശരിയാണ്, റിയൽ ടൈമിൽ അല്ലെ, ആ യഥാർത്ഥ സമയത്ത് ആ രോഗി ചികിത്സ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ രോഗി പരിചരണവുമായി അനുബന്ധ പ്രക്രിയ നമ്മൾ കൊടുക്കുന്ന സമയത്ത് തന്നെ അപ്പൊ നമുക്ക് എന്താണ് ആ ഒരു ഓഡിറ്റിംഗ് നടത്തുന്നത് വഴി ഉടനടി ഉണ്ടാവുന്ന അപ്പൊ അതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന എന്തൊരു പ്രശ്നങ്ങളാണെങ്കിലും നമുക്ക് ഉടനടി തിരിച്ചറിയാനും അത് പരിഹരിക്കാനും നമുക്കൊരു സാധിക്കുന്നുണ്ട് അല്ലെ. അതാണ് കൺകറന്റ് ഓഡിറ്റിൽ പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ? കെയർ ഈസ് അസസ്ഡ് അറ്റ് ദ ടൈം ഇറ്റ് ഈസ് ടേക്കിംഗ് പ്ലേസ്. ടേക്കിംഗ് സ്പീഡ് എന്നല്ല കേട്ടോ, ടേക്കിംഗ് പ്ലേസ്. അത് നടക്കുന്ന അതേ സമയം നമ്മളിപ്പോ അവിടെ ഒരു കെയർ കൊടുക്കുന്നുണ്ട്, ഒരു പരിശീലനം കൊടുക്കുന്നുണ്ടെങ്കിൽ അതേ സമയം തന്നെ നമ്മൾ അവിടെ ഓഡിറ്റിംഗ് നടത്തുന്ന അല്ലെങ്കിൽ വിലയിരുത്തൽ നടത്തുകയും ഉടനടി ആ കൊടുക്കുന്ന കെയറിൽ എന്തെങ്കിലും പ്രോബ്ലങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഉടനടി നമുക്ക് തിരിച്ചറിയാനും പരിഹരിക്കാനും സാധിക്കും. ക്ലിയർ ആണോ? കൺകറന്റ് ഓഡിറ്റ് മനസ്സിലായോ? അത് മനസ്സിലായാലാണ് അടുത്തത് പറയുമ്പോൾ മനസ്സിലാവുള്ളൂ. ക്ലിയർ ആണോ? നിങ്ങൾ റിപ്ലൈ ചെയ്തേ. നിങ്ങൾ റിപ്ലൈ ചെയ്താലേ മിസ്സിന് മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് കിട്ടിയോ ഇല്ലയോ എന്നോട് ഒന്നുകൂടി പറയണം.
ഇപ്പൊ നോക്കിയേ കൺകറന്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാല് നമ്മൾ രോഗിക്ക് ഒരു കെയർ കൊടുക്കുന്നു അല്ലെങ്കിൽ ചികിത്സ കൊടുക്കുമ്പോൾ അതേ സമയം ആ ചികിത്സ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ആ രോഗി പരിചരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് വിലയിരുത്തലിൽ ഓഡിറ്റിംഗ് നടക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അത് ചെയ്ത് കഴിഞ്ഞിട്ടല്ല നമ്മൾ അവിടെ ഓഡിറ്റിംഗ് നടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ചെയ്ത് കഴിഞ്ഞതിന് ശേഷമല്ല ഓഡിറ്റ്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തത്സമയം, അതായത് റിയൽ ടൈം ആയിട്ട് നമ്മൾ അവിടെ എപ്പോഴത്തെ ഒരു കെയർ കൊടുക്കുകയാണ്. ആ കെയർ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ അവിടെ ഓഡിറ്റിംഗ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിരീക്ഷണങ്ങളും അനാലിസിസും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇരിക്കുന്ന പരിചരണത്തിൽ ആ പേഷ്യന്റിന് ഇപ്പൊ നമ്മളൊരു പരിചരണം കൊടുത്താൽ ആ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഈ പറയുന്ന ഓഡിറ്റിംഗ് നടത്തുന്നത് കൊണ്ട് തന്നെ അവർക്ക് മതിയായ രീതിയിൽ ആ പരിചരണം കിട്ടിയിട്ടുണ്ടോ, ഇനി ആ കൊടുത്തതിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ അല്ലെങ്കിൽ പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്ന് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലംസ് ഒക്കെ ഉടനടി നമുക്ക് അപ്പം തന്നെ കണ്ടെത്താനും അത് പരിഹരിക്കാനും നമുക്ക് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? കൺകറന്റ് ഓഡിറ്റ് ഓക്കെ ആണോ? മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ. ഇത് റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റിലേക്ക് വന്നേ. നേരെ തിരിച്ചാണ്. എന്തായിരിക്കും റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ്? The care is rated after it has been completed through records. അല്ലെ? ഇത് കംപ്ലീറ്റ് ചെയ്ത് റെക്കോർഡുകളുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ പരിശോധന. അതാണ് ഭൂതകാല അവലോകനം അല്ലെങ്കിൽ ഭൂതകാലത്തെ കുറിച്ചുള്ള ഒരു അവലോകനം. അതായത് കഴിഞ്ഞതാണ് അല്ലെ. മറ്റൊരാളും നടന്നുകൊണ്ടിരിക്കുകയാണ്, അവിടെ നമ്മൾ കെയർ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് നമ്മൾ അവലോകനം ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ അവിടെ എന്താണ് ഓഡിറ്റിംഗ് നടത്തുന്നത്. അതേസമയം റിട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് ആകുമ്പോൾ അതവിടെ കഴിഞ്ഞു അല്ലെ, പരിചരണം കൊടുത്തു കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ റെക്കോർഡുകളൊക്കെ പരിശോധിച്ചുകൊണ്ടാണ് എങ്ങനെയുള്ള പരിചരണമാണ് അവർക്ക് കൊടുത്തത്, അതിൽ അവർക്ക് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഉണ്ടായത്, ആ രേഖകൾ വഴിയാണ് നമ്മൾ ആ കെയർ പൂർത്തിയാക്കിയ ശേഷം എന്ത് ചെയ്യുന്നത്, ആ ഒരു കെയറിനെ കുറിച്ച് റേറ്റിംഗ് കൊടുക്കുന്നത് അല്ലെങ്കിൽ റേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഓക്കെ. ഓക്കെ ആണല്ലോ. കൺകറന്റ് ഓഡിറ്റ് ആൻഡ് റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റിംഗ് ആർക്കെങ്കിലും ഡൗട്ട്? ക്ലിയർ അല്ലേ? ഓ, ഇനി നമുക്ക് അടുത്തതായിട്ട് പർപ്പസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്. ഒരു ക്ലിനിക്കൽ ഓഡിറ്റ് ചെയ്യുന്നതിന്റെ പ്രധാന പർപ്പസ് അല്ലെങ്കിൽ ഉദ്ദേശങ്ങളാണ് പറയാൻ പോകുന്നത് കേട്ടോ. ഇതിൽ ഒന്നാമത്തത് പ്ലാനിംഗ് ദ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ ഇഫ് ഇറ്റ് ഈസ് നീഡ്ഫുൾ ടു ഒബ്റ്റെയിൻ baseline information through assessment of achieves. അതായത് ഇപ്പൊ ഇവിടെ പ്ലാനിംഗ് ഓഫ് ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ, അതായത് ഇവിടെ നമുക്കൊരു ക്ലിനിക്കൽ ഓഡിറ്റ് ചെയ്യുന്നതിലൂടെ ഭാവിയിലെ പ്രവർത്തനങ്ങളെ എങ്ങനെ ആസൂത്രണം ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? നമ്മൾ ഇപ്പൊ കൊടുക്കുന്ന പരിചരണങ്ങൾ അല്ലെങ്കിൽ മുൻപ് കൊടുത്തിരിക്കുന്ന പരിചരണങ്ങൾ എങ്ങനെയാണ് എന്ന് നമ്മൾ വിലയിരുത്തുന്നതിലൂടെ ഭാവിയിൽ എങ്ങനെയുള്ള പ്രവർത്തനങ്ങളായിരിക്കണം നടത്തേണ്ടത് എന്നത് പ്ലാൻ ചെയ്യാൻ പറ്റില്ലേ? പറ്റും അല്ലെ? ഭാവിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന് ആസൂത്രണം ചെയ്യാനായിട്ട് ഇതുവഴി സാധിക്കുന്നുണ്ട്. അതെങ്ങനെയാ? ഇറ്റ് ഈസ് നീഡ്ഫുൾ ടു ഒബ്റ്റെയിൻ ബേസ്ലൈൻ ഇൻഫർമേഷൻ ത്രൂ അസസ്മെന്റ് ഓഫ് അച്ചീവ്സ്. നമുക്ക് കിട്ടിയിരിക്കുന്ന നേട്ടങ്ങള് മുതലായ കാര്യങ്ങളെ കുറിച്ച് ഇപ്പൊ നമ്മൾ ഒത്തിരി മെഡിക്കൽ റെക്കോർഡ് കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമെന്ന് പറഞ്ഞു അല്ലെ. അങ്ങനെയുള്ള പരിശോധനകളിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്ന അച്ചീവ്മെന്റ്സ് അല്ലെങ്കിൽ നേട്ടങ്ങളൊക്കെ നമ്മൾ വിശകലനം ചെയ്യുന്നതിലൂടെ നമുക്കൊരു അടിസ്ഥാനപരമായ വിവരങ്ങള് ഇതിലൂടെ നമുക്ക് നേടാൻ പറ്റും. ഈ ഒരു ഓഡിറ്റിംഗ് നടത്തുന്നതിലൂടെ നേടാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു ബേസ് ലൈൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു അടിസ്ഥാനപരമായ ഒരു ഇൻഫർമേഷൻ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കിട്ടുന്നത് കൊണ്ട് തന്നെ ഭാവിയിൽ ഇനി വരാൻ പോകുന്ന കെയർ അല്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് കൊടുക്കാൻ പോകുന്ന പരിചരണം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് നമുക്കിവിടെ ആസൂത്രണം നടത്താൻ ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? ഫസ്റ്റ് പോയിന്റ് കിട്ടിയോ എല്ലാവർക്കും? കിട്ടിയോ? ക്ലിയർ ആണോ? ഓക്കെ. രണ്ടാമത്തത് ഫോർ കമ്പാരിസൺ പർപ്പസ് വിത്ത് എ വ്യൂ ടു ഇംപ്രൂവിംഗ് ദ സർവീസ്. ഈ സർവീസുകൾ ഇംപ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ മെച്ചപ്പെടുത്തൽ നടത്താനായിട്ട് മുൻപുണ്ടായിരുന്ന സർവീസുകൾ എങ്ങനെയായിരുന്നു, ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന സർവീസുകൾ എങ്ങനെയായിരുന്നു, അതൊക്കെ തമ്മിൽ നമുക്കൊരു കമ്പാരിസൺ നടത്താൻ പറ്റും. ആ കമ്പാരിസൺ നടത്തി അതിലെന്തെങ്കിലും കുറവുകളുണ്ടോ അതൊക്കെ മനസ്സിലാക്കി കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിലുള്ള സർവീസുകൾ കൊടുക്കാനായിട്ട് ഈ ക്ലിനിക്കൽ ഓഡിറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ എന്താ പറഞ്ഞത്? ഇംപ്രൂവിംഗ് ദ സർവീസ്. സർവീസ് ഇംപ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ മെച്ചപ്പെടുത്തൽ നടത്താൻ വേണ്ടി നിലവിൽ നമ്മൾ കൊടുക്കുന്ന സർവീസുകളും മുൻപ് കൊടുത്തുകൊണ്ടിരുന്ന സർവീസുകളും തമ്മിൽ ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ താരതമ്യം ചെയ്തുകൊണ്ട് എന്തൊക്കെ സർവീസുകളിൽ എന്തൊക്കെ മെച്ചപ്പെടുത്തലുകൾ നടത്തണമോ അതൊക്കെ നമുക്ക് ഇതിലൂടെ ചെയ്യാൻ പറ്റും.
മൂന്നാമത്, it is regulatory in nature that ensures full and effective utilization of staff and facilities available. ഇതൊരു നിയന്ത്രണപരമായിട്ടുള്ള സ്വഭാവം ഇതിനുണ്ട്. അതായത് ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ക്ലിനിക്കൽ ഓഡിറ്റ് ചെയ്യുന്നതിലൂടെ അവിടെയുള്ള ഫെസിലിറ്റീസ്, അവിടെയുള്ള സൗകര്യങ്ങൾ, നമുക്ക് ലഭ്യമായിട്ടുള്ള അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള സൗകര്യങ്ങളും അതുപോലെ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റാഫുകൾ, ജീവനക്കാരേക്ക് നല്ല രീതിയിൽ ഒരു ഫലപ്രദമായും പൂർണ്ണമായിട്ടും വിനിയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സർവീസ് ലഭ്യമാക്കി നൽകാനായിട്ട് ഇത് സഹായകമാകുന്നുണ്ട്. അപ്പൊ അവർക്ക് കൊടുക്കുന്ന കെയറുകളിലോ കാര്യങ്ങളിലോ എന്തെങ്കിലും മെച്ചപ്പെടുത്തൽ വരുത്താൻ സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവിടെയുള്ള അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സുകളും അല്ലെങ്കിൽ എല്ലാ ഫെസിലിറ്റികളും, സൗകര്യങ്ങളായിക്കോട്ടെ, അവിടെയുള്ള എല്ലാ ജീവനക്കാരുമായിക്കോട്ടെ, അവരെ എല്ലാം പൂർണ്ണമായിട്ടും കാര്യക്ഷമമായിട്ടും ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരെയൊക്കെ നല്ല രീതിയിൽ വിനിയോഗിച്ചുകൊണ്ട് ഒരു നല്ല സർവീസ് ആളുകളിലേക്ക് കൊടുക്കാനായിട്ട് നമുക്ക് ഇതിലൂടെ ഉറപ്പുവരുത്താൻ സാധിക്കും. ാണോ? നല്ല എത്ര സ്റ്റാഫുകളുണ്ട്, അവര് ചെയ്യുന്ന പരിചരണത്തിന്റെ റേറ്റും കാര്യങ്ങളും നമ്മൾ എടുക്കുന്നുണ്ട് അല്ലെ? അവരുടെ പെർഫോമൻസ് ലെവലൊക്കെ നമ്മൾ നോക്കുന്നില്ലേ? അപ്പൊ അവർ നന്നായിട്ട് പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഈ ഓഡിറ്റിങ്ങിലൂടെ അത് മനസ്സിലാവുകയും അവരെ മാക്സിമം വിനിയോഗിച്ചുകൊണ്ട് അവിടെയുള്ള എല്ലാ ഫെസിലിറ്റികളും അവരുടെ ജീവനക്കാരെയും വിനിയോഗിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള പൂർണ്ണമായ കാര്യക്ഷമമായ സർവീസുകൾ കൊടുക്കാനായിട്ട് ഈ ക്ലിനിക്കൽ ഓഡിറ്റിന്റെ സഹായത്തോടു കൂടി ഇവിടെ സാധിക്കുന്നത്. മനസ്സിലായോ? തേർഡ് പോയിന്റ് ക്ലിയർ ആണോ? എന്താണ് റിപ്ലൈ ചെയ്യാത്തത്? ഓക്കെ ആണെങ്കിൽ റിപ്ലൈ ചെയ്യാം. ഓക്കെ, ഒരു പോയിന്റ് കൂടി നമുക്ക് പറഞ്ഞിട്ട് തരാം കേട്ടോ. നാലാമത്തെ പോയിന്റ്, ഇവാലുവേറ്റ് ദ എഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി ഓഫ് ഹെൽത്ത് പ്രോഗ്രാം ആൻഡ് സർവീസസ് പുട്ട് ഇൻ ടു പ്രാക്ടീസ്. ഇപ്പൊ നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ നിലവിലെ പ്രകടനങ്ങൾ എത്രത്തോളമാണ് നമ്മൾ കൊടുക്കുന്ന ഹെൽത്ത് പ്രോഗ്രാം, അതുപോലെ നമ്മുടെ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സർവീസുകൾ, അതിന്റെ നിലവിലുള്ള രീതികളുടെ കാര്യക്ഷമത എത്രത്തോളമുണ്ട്, ഫലപ്രാപ്തി എത്രത്തോളമുണ്ട് നമുക്ക് വിലയിരുത്താൻ പറ്റും അല്ലെ? നിലവിൽ അവർ കൊടുക്കുന്നതാണ്, നിലവിൽ അവർ കൊടുക്കുന്ന രീതികൾ, അതായത് ഹെൽത്ത് പ്രോഗ്രാമുകളാവാം, സർവീസുകളാവാം, അതിന്റെ എത്രത്തോളം കാര്യക്ഷമതയിലാണ് നമ്മൾ കൊടുക്കുന്നത്, എത്രത്തോളം എഫക്റ്റീവായിട്ട് ഫലപ്രാപ്തിയോട് കൂടിയാണ് അത് അവരെ കൈകാര്യം ചെയ്യുന്നതിൽ അവർക്ക് മറ്റുള്ള പേഷ്യൻസിന് നൽകുന്നത്. ഇതൊക്കെ നമുക്ക് ഇതുവഴി വിലയിരുത്താൻ സാധിക്കും. 4 പോയിന്റ്സ് ആണ് നമ്മുടെ പർപ്പസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റിൽ പറഞ്ഞത്. ഒന്നാമത്, നമുക്ക് ഭാവിയെ കുറിച്ച് ഒരു കൃത്യമായ ആസൂത്രണം നടത്താൻ ഇതിനെ കുറിച്ച് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. രണ്ടാമത് പറഞ്ഞ ഒരു കമ്പാരിസൺ നടത്താൻ പറ്റും അല്ലെ? അവിടെ സർവീസുകൾ മെച്ചപ്പെടുത്തൽ വേണമോ, അങ്ങനെ വേണമെങ്കിൽ അത് നമുക്ക് അവിടെ നടപ്പിലാക്കാൻ വേണ്ടി ഒരു കമ്പാരിസൺ നടത്താൻ പറ്റും. മൂന്നാമത്തത് പറഞ്ഞത് അവിടെയുള്ള എല്ലാ ജീവനക്കാരുടെയും ഫെസിലിറ്റികളൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വിനിയോഗിച്ചുകൊണ്ട് ഒരു പൂർണ്ണമായിട്ടും കാര്യക്ഷമമായിട്ടുള്ള സർവീസ് കൊടുക്കാനായിട്ട് ഇതിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. നാലാമത് പറഞ്ഞത് നിലവിൽ കൊടുക്കുന്ന പ്രാക്ടീസ് അല്ലെങ്കിൽ രീതികള്, അതായത് അവിടെ ഹെൽത്ത് പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട് സ്ഥാപനം, അതുപോലെ ഹോസ്പിറ്റലിൽ നിന്ന് നിരവധി സർവീസുകൾ കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിലവിൽ കൊടുക്കുന്ന ഇങ്ങനെയുള്ള ഹെൽത്ത് പ്രോഗ്രാംസിന്റെയും സർവീസുകളുടെയും എഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി, കാര്യക്ഷമതയും ഫലപ്രാപ്തിയും എത്രത്തോളം ഉണ്ടെന്ന് ഇവാലുവേറ്റ് ചെയ്യാനും വിലയിരുത്താനും നമുക്ക് ഒരു ക്ലിനിക്കൽ ഓഡിറ്റ് ചെയ്യുന്നതിലൂടെ സാധിക്കും. 4 പോയിന്റ്സും വേഗം ഒന്ന് വായിച്ചു നോക്കി. വായിച്ചു കഴിയുമ്പോൾ റിപ്ലൈ ചെയ്യണേ. ക്ലിയർ ആണോ? അത്രയും 4 പോയിന്റ്സും ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് ഭാഗം എടുക്കാം കേട്ടോ. അടുത്ത പോയിന്റ്സ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴേക്കും ഇതൊന്ന് വായിച്ചിട്ട് വന്നേ. Thank you. Thank you, ma'am.